ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് എങ്ങോട്ട് എന്നുള്ളതാണ് നമ്മുടെ ഹെഡിങ്. ഈ ഹെഡിങ് വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എനിക്ക് ധാരാളം മെയിൽസ് വരുന്നുണ്ട്. പല ആൾക്കാരുടെയും പരിചയമില്ലാത്ത ആൾക്കാരുടെ പോർട്ട്ഫോളിയോ സഹിതമാണ് ആൾക്കാർ അയക്കുന്നത്. എല്ലാം നഷ്ടത്തിലാണ്. അപ്പം നിഫ്റ്റി കയറി പോകുന്നു, പക്ഷേ ആൾക്കാരുടെ പോർട്ട്ഫോളിയോ എല്ലാം താഴെ പോകുന്നത് പറഞ്ഞ പോലെ വിചിത്രമായിട്ടുള്ള ഒരു സിനാരിയെ കൂടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ കൂടുതൽ ഡിസ്കഷൻ നടത്തുന്നതിന് മുമ്പ് നിങ്ങളെ മിഡ് ക്യാപ്പിൻ്റെയും സ്മോൾ ക്യാപ്പിൻ്റെയും നിഫ്റ്റിയുടെയും ചാർട്ട്സ് ഒന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ മുമ്പിൽ നിഫ്റ്റിയുടെ ചാർട്ടാണുള്ളത്. നിഫ്റ്റിയുടെ ചാർട്ടിൽ ഡേ ടൈം ഫ്രെയിമാണ്. ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ കണ്ടത് ഒരു കർവായിട്ടുള്ള ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തിട്ടുള്ള ഒരു റിജക്ഷനാണ് നമ്മൾ കണ്ടത്. ഈ റിജക്ഷനാണ് നമ്മൾ കണ്ടത്. സോ നമ്മൾ ഒരു ഫിബോനിച്ചി എടുക്കുകയാണെങ്കിൽ, ഈ ലെവലിൽ നിന്ന് ഒരു ഫിബ് എടുക്കുകയാണെങ്കിൽ, ദിസ് ഇസ് എക്സൽ പോലെ ഫിബ് നമ്മൾ നോക്കാൻ നേരത്ത് ഫിബ് 236 താഴെ 236 റെസിസ്റ്റൻസ് ചെയ്താണ് നിൽക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. ഇതിനകത്തുള്ള ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ റെഡ് ക്യാൻഡിലിൻ്റെ ഈ ഒരു സോണിന് മുകളിൽ ക്ലോസ് ചെയ്യാതെ നിഫ്റ്റി തിരിച്ചേറാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ്. ഈ സോൺ ഇത് വലിയൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കാര്യം താഴത്തേക്ക് വന്ന റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ക്യാൻഡിലാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു കയറുമ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്. എനിവേ, നമ്മൾ കണ്ടത് നിഫ്റ്റി US 50 ബേസിസ് പോയിൻറ്റ് കുറച്ചതിന് ശേഷമുള്ള കണ്ടിന്യൂസ് അപ് ട്രെൻഡാണ് നമ്മൾ കണ്ടത്. പിന്നെയുള്ള പുൾ ബാക്കാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് മിഡ് ക്യാപ്പിലേക്കും നമുക്കൊന്ന് കിടക്കാം. നമ്മുടെ മിഡ് ക്യാപ്പിൻ്റെ ഇൻഡെക്സ് ആണത്. മിഡ് ക്യാപ്പിൽ നമ്മൾ കണ്ടത് ട്രെൻഡ് ചെയ്ത് കയറിയ ശേഷമുള്ള സിമ്പിൾ പുൾ ബാക്കിൽ നമ്മൾ റിജക്ഷനാണ് കണ്ടത്. എക്സലൻറ്റ് റിജക്ഷനാണ്. ആദ്യത്തെ റിജക്ഷൻ എന്ന് പറയുന്നത് ശരിക്ക് ഈ കർവ് ട്രെൻഡ് ലൈൻ്റെ താഴെ വന്ന് ടച്ച് ചെയ്യുമെങ്കിൽ, രണ്ടാമത്തെ റിജക്ഷൻ ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ അതിൻ്റെ താഴെ പോലും വന്നില്ല. അതിന് മുകളിലാണ് അത് അവിടെ നിന്നാണ് റിജക്ഷൻ സംഭവിച്ചത്. അതുപോലെ തന്നെ ആദ്യത്തെ റെഡ് ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങിന് മുകളിലാണ് രണ്ടാമത്തെ റെഡ് ക്യാൻഡിൽ ക്ലോസിങ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ റെഡ് ക്യാൻഡിൽ ക്ലോസിങ്ങിനെ പോലെ വീക്ക്നെസ് രണ്ടാമത്തെ ഗ്രീൻ ക്യാൻഡിൽ കുറവാണ്. നിങ്ങൾ എടുത്തു നോക്കിയാൽ ക്ലോസ് ടു ഹൈ ആണത് ക്ലോസ് ചെയ്യാൻ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഈ ഒരു സോണിൽ ഇതാണ് കറക്റ്റ് സോൺ. സോ ഈ സോണിൻ്റെ മേളിൽ ക്ലോസ് ചെയ്യണം എന്നുള്ളത് അത്യാവശ്യമാണ് ട്രെൻഡ് റിസ്യൂം ചെയ്യാനായിട്ട്. നമ്മൾ ഇതിൻ്റെ പ്രത്യേകിച്ച് വോളിയം നമുക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് വോളിയം ഓൺ ചെയ്യാത്തത്. നമുക്ക് സ്മോൾ ക്യാപ്പിലേക്കും കൂടെ ഒന്ന് കിടക്കാം. നമ്മൾ നോക്കാൻ നേരത്ത് ശരിക്കും പറഞ്ഞാൽ ഇവർ ട്രെൻഡ് ലൈനിലാണ് സപ്പോർട്ട് എടുത്ത് കയറിയിരിക്കുന്നത്. ഇതാണ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് കയറിയിരിക്കുന്നത്. നമുക്കൊരു ഫിബും കൂടെ നമുക്ക് നോക്കിയാൽ, നമുക്ക് ഇവിടെ നിന്നൊരു ഫിബ് നമ്മൾ നോക്കുവാണെങ്കിൽ, സോ ഇവിടെ നിന്നൊരു ഫിബ് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ, വിൽ സി ദി ഫിബ് നോക്കുവാണെങ്കിൽ ശരിക്കും എന്താ പറയേണ്ടത്, ആ 0.236 ഫിബിന് മേളിൽ ക്ലോസ് ചെയ്ത കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ, അതായത് മൺഡേ. സോ നിഫ്റ്റി സ്മോൾ ക്യാപ്പാണ്. ഇത് 4 മണിക്കൂറിൽ അനാലിസിസ് ആണ് ഡേ എൽ എന്ന് എടുത്ത് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിലാണ് കയറിപ്പോയിരിക്കുന്നത്. നല്ല ഒരു റിജക്ഷൻ ക്യാൻഡിൽ നമുക്കിവിടെ കാണാൻ സാധിച്ചു. റിജക്ഷൻ ക്യാൻഡിൽ കാണാൻ സാധിച്ചാൽ മാത്രമല്ല, റിജക്ഷൻ ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഇൻസൈഡ് ക്യാൻഡിൽ ബ്രേക്കൗട്ടാണ് കണ്ടത്. ദിസ് ഇസ് ഇൻസൈഡ് ക്യാൻഡിൽ ബ്രേക്കൗട്ട്. ആ ബ്രേക്കൗട്ടാണ് നമ്മളിവിടെ കണ്ടത്. ആ ബ്രേക്കൗട്ടിൻ്റെ ശരിക്കും പറഞ്ഞാൽ റീടെസ്റ്റാണ് ഈ ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയുന്നത്. അതിന് മുകളിൽ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് തന്നെ അത് ഫോളോ അപ്പ് ക്യാൻഡിലായി. അത് നേരെ ഫോളോ അപ്പ് ക്യാൻഡിൽ വരുന്നതിന് മുമ്പ് ശരിക്കും ആ ബ്രേക്കൗട്ട് സോണിൽ റീടെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ക്യാൻഡിൽ വാസ് വെരി ഗുഡ് ആക്ച്വലി. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു സ്ട്രോങ് റെഡ് ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പകുതിയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. സോ സംതിങ് അറൗണ്ട് നമുക്കത് ഈ ലെവലിൽ സ്മോൾ ക്യാപ്പിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ സ്മോൾ ക്യാപ്പിൽ ട്രെൻഡ് തിരിച്ചു വന്നു എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഈ ലെവലിൽ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്താൽ മാത്രമേ ട്രെൻഡ് തിരിച്ചു വരുന്നു എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. എനിവേ, നിഫ്റ്റിയിലുള്ള ട്രെൻഡ് നമുക്ക് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും കഴിഞ്ഞ 2 ആഴ്ച അനലൈസ് ചെയ്താൽ കണ്ടില്ല എന്നുള്ള വലിയൊരു ഫാക്ടറാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാർട്ട് കണ്ടു കാണുമല്ലോ അല്ലേ? എന്താണ് സംഭവിച്ചത് മാർക്കറ്റിൽ? US 50 ബേസിസ് പോയിന്റ് ഇൻട്രസ്റ്റ് കുറയ്ക്കാമെന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എല്ലാവരും 25 ബേസിസ് പോയിന്റ് ആണ് എക്സ്പെക്ട് ചെയ്തത്. 25 ബേസിസ് പോയിന്റ് അഡീഷണൽ ആയിട്ടാണ് US ഇൻട്രസ്റ്റ് കുറച്ചത്. എന്താണ് ഡോളർ ഇൻഡെക്സ്? ഡോളർ ഇൻഡെക്സ് എന്ന് വെച്ചാൽ ബേസിക്കലി US ഡോളറിന്റെ ഒരു ബെഞ്ച് മാർക്കിന്റെ അനാലിസിസ് ആണ്. US ഡോളർ വേഴ്സസ് ടോപ്പ് 6 കറൻസീസ്. ആ കറൻസിയിൽ ജപ്പാൻ yen കാണും, സ്വിസ് ഫ്രാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ കറൻസി ഉണ്ട്, യൂറോ കറൻസി ഉണ്ട്. അങ്ങനെ 6 മെയിൻ കറൻസീസ് വേഴ്സസ് ഡോളറിൻ്റെ പെർഫോമൻസിനാണ് ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഡോളർ ഇൻഡെക്സും ഇക്വിറ്റി മാർക്കറ്റും തമ്മിൽ നേരെ ഓപ്പോസിറ്റ് ആണ് ബിഹേവ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഡോളർ ഇൻഡെക്സ് കയറുവാണെങ്കിൽ അത് ഇക്വിറ്റി മാർക്കറ്റിന് പ്രഷറാണ്. ഡോളർ ഇൻഡെക്സ് താഴെ വരികയാണെങ്കിൽ അത് ഇക്വിറ്റി മാർക്കറ്റിന് സപ്പോർട്ടീവാണ്. പൊതുവെ കണ്ടുവരുന്ന പ്രവണത അതാണ്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 50 ബേസിസ് പോയിന്റ് ഇൻട്രസ്റ്റ് കുറച്ചോടുകൂടി ഡോളർ ഒന്ന് വീക്കായിപ്പോയി. ഡോളർ വീക്കായപ്പോൾ നമ്മൾ കണ്ടു നിഫ്റ്റി, അതുപോലെ ഡൗ ജോൺസ്, S&P 500 ഒക്കെ കുതിച്ചു കയറുന്ന കാര്യം നമ്മൾ കണ്ടു. പക്ഷേ എന്താ സംഭവിച്ചത്?
ഡോളർ ഇൻഡെക്സ് വീക്ക് ആയപ്പം റുപ്പി സ്ട്രോങ് ആയി. റുപ്പി സ്ട്രോങ് ആയപ്പം ബേസിക്കലി എക്സ്പോർട്ട് കമ്പനികൾക്ക് ലൈക്ക് ഫാർമ, IT കണക്കുള്ള കമ്പനീസിന് എക്സ്ചേഞ്ച് മൂല്യത്തിൽ നഷ്ടം സംഭവിക്കും. അതേസമയം ഇമ്പോർട്ട് കമ്പനീസിന് എക്സ്ചേഞ്ച് മൂല്യത്തിൽ നേട്ടം സംഭവിക്കും. ഇതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഫാമയിലും IT ഒക്കെ നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ കണ്ടത്. പക്ഷേ നിഫ്റ്റി കയറിയ കൂട്ടത്തിലെ നിഫ്റ്റിയുടെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റി 50 കമ്പനികളുടെ ഒരു ഇൻഡെക്സ് ആണ് നമുക്കറിയാവുന്നത്. പക്ഷേ നിഫ്റ്റിയിലെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ റിലയൻസിനും HDFC ബാങ്കിനുമാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ്. രണ്ടും കൂടെ ചേർന്ന് സംതിങ് അറൌണ്ട് 25 വെയിറ്റേജ് ഉണ്ട്. ഇപ്പോൾ റിലയൻസും HDFC ബാങ്കും എന്നതിലെ പെർഫോം ചെയ്യുന്നുണ്ടോ അതൊക്കെ നിഫ്റ്റിയെ കയറ്റാനുള്ള സാധ്യത കൂടുതലാണ്. പല കേസിലും 2-3 സ്റ്റോക്കേ കയറത്തുള്ളൂ, മാക്സിമം നമ്പർ സ്റ്റോക്ക് താഴെയായിരിക്കും. നമ്മൾ നോക്കാം നിഫ്റ്റി കയറുന്ന കാണുന്നു, പക്ഷെ നമ്മുടെ ഇരിക്കുന്ന സ്റ്റോക്കോ ഒക്കെ വളരെ താഴെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പും നിഫ്റ്റി മിഡ് ക്യാപ്പും ശരിക്കും പറഞ്ഞാൽ വലിയൊരു മീൻ റിവേഷൻ കഴിഞ്ഞിട്ട് വലിയൊരു കറക്ഷന് പോയിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ കണ്ടത്. ഹെക്ടിക് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നമ്മൾ കണ്ടൊരു കാര്യം. മൂന്നാമത്തെ കാര്യം, അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ Q1 റിസൾട്ട് സീസൺ ജസ്റ്റ് കഴിഞ്ഞു, Q2 കയറാൻ പോവുകയാണ്. നെക്സ്റ്റ് 10 ഡേയ്സിനുള്ളിൽ സീസൺ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഈ സീസൺ നമുക്ക് എന്തെല്ലാം പ്രതീക്ഷിക്കാം? നമ്മൾ കണ്ടു കഴിഞ്ഞ 2 ആഴ്ചയുടെ കൺസ്യൂമർ ഡ്യൂറബിൾ ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് കയറാൻ കാര്യം. അതിനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഫെസ്റ്റിവൽ സീസണിൻ്റെ തുടക്കമാണ്. ടിൽ ഫെബ്രുവരി വരെ ഇന്ത്യയിൽ ഫെസ്റ്റിവൽ സീസണും മാരേജ് സീസണിൻ്റെ തുടക്കമാണ്. രണ്ടാമത്തെ കാര്യം, കൺസ്യൂമർ ഡ്യൂറബിൾ ഇൻഡസ്ട്രീസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് കൂടുതൽ ചൈനയിൽ നിന്നും. അതുകൊണ്ട് തന്നെ എക്സ്ചേഞ്ച് റേറ്റിൽ അവർ അൺഎക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഡോളർ വീക്ക് ആയതുകൊണ്ട്. അപ്പം കൺസ്യൂമർ ഡ്യൂറബിൾ ഇൻഡെക്സ് കയറുന്ന കാഴ്ച കണ്ടു. ഇതൊക്കെ സസ്റ്റെയിൻ ചെയ്യുക വെച്ചാൽ ഇതൊക്കെ സെൻറ്റിമെൻ്റലാണെന്നുള്ള കാര്യം ആദ്യമേ പറയുന്നു. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഓക്കെ, നമ്മളൊരു ഫെസ്റ്റിവൽ സീസണിലേക്ക് കടക്കുകയാണ്, നമ്മൾ കല്യാണത്തിൻ്റെ സീസണിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് എല്ലാ ജുവലറി കമ്പനീസും ജുവലറി സ്റ്റോക്സ് എല്ലാം ഭയങ്കരമായിട്ട് കൂച്ചുചാട്ടം നമ്മൾ കണ്ടു. ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, മിഡിൽ ഈസ്റ്റ് എസ്കലേഷൻ എങ്ങനെയാണ് ക്രൂഡ് ഓയിലിനെ ബാധിക്കാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണയുമില്ല. ക്രൂഡ് ഓയിൽ വിത്തിൻ ലിമിറ്റിലാണ് ഇപ്പം ക്രൂഡ് ഓയിൽ പ്രൈസ് ഉള്ളത്. പക്ഷേ ക്രൂഡ് ഓയിൽ ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്യുവാണെങ്കിൽ അത് ധാരാളം ഇൻഡസ്ട്രീസിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മിഡിൽ ഈസ്റ്റ് എസ്കലേഷൻ നമുക്കാർക്കും ഏത് ലെവലിൽ പോകുന്നതിനെ കുറിച്ചും നമുക്കാർക്കും അറിയില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഓഗസ്റ്റിലെ കോർ ഔട്ട്പുട്ട് ഇൻഡെക്സ് നോക്കാൻ നേരത്ത് 8 ക്രിട്ടിക്കൽ സെക്ടറിൽ 2 സെക്ടർ ഒഴിച്ച് ബാക്കി എല്ലാ സെക്ടറിലും ഹ്യൂജ് ഡീഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. അത് പല ആൾക്കാരും നോട്ട് ചെയ്യാത്ത വലിയൊരു ന്യൂസാണ്. പക്ഷേ ആ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കാത്ത തലത്തിനപ്പുറം പോകാനുള്ള സാധ്യതയുള്ള ഇമ്പാക്റ്റാണ്. കഴിഞ്ഞ കൊല്ലമായിട്ട് നോക്കാൻ നേരത്തെ ഹ്യൂജ് ഡൗൺ ആണ് സംഭവിച്ചിരിക്കുന്നത് കോർ ഔട്ട്പുട്ട് ഇൻഡെക്സിലെ. എസ്പെഷ്യലി 8 കോർ ഔട്ട്പുട്ട് ഇൻഡെക്സിലെ ശരിക്ക് 6 ടോട്ടലി വയ്ക്കുക എന്നുള്ള വലിയൊരു കാര്യമാണ്, വലിയൊരു നെഗറ്റീവ് കാര്യമാണ് മാർക്കറ്റിൽ നടന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ള കാര്യം നമുക്ക് റിസൾട്ട് സീസൺ വരുമ്പോൾ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സീസൺ സ്റ്റാർട്ട് ചെയ്തു. സാധാരണ ഒരു ക്വാർട്ടറിൽ നിന്നും മറ്റൊരു ക്വാർട്ടറിലേക്കുള്ള ട്രാൻസിഷൻ ടൈമിൽ ധാരാളം റീബാലൻസും മാർക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ആ റീബാലൻസ് തന്നെയാണ് കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റീബാലൻസ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് സെറ്റിലാകുന്ന സമയം എപ്പോഴാണെന്ന് വെച്ചാൽ നല്ല റിസൾട്ടായിരിക്കും മാർക്കറ്റ് നീങ്ങാൻ നേരത്ത് മാത്രമേ മാർക്കറ്റ് സെറ്റിൽ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുമാതിരി എല്ലാ സ്റ്റോക്കുകളും വല്ലാതെ വാല്യുവേഷൻ സ്ട്രെച്ച്ഡ് ആണെന്നുള്ള കാര്യം എടുത്തു പറയുന്നു. വാല്യുവേഷൻ സ്ട്രെച്ച്ഡ് എന്ന് വെച്ചാൽ 2 times 3 times ഒക്കെയാണ് വാല്യുവേഷൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാല്യുവേഷനെ സപ്പോർട്ട് ചെയ്യുന്ന എർണിങ്സ് പെർ ഷെയർ വന്നില്ലെങ്കിൽ ഹ്യൂജ് കറക്ഷൻ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ സംഭവിക്കാനുള്ള സാധ്യത എടുത്തു പറയുന്നു. അതുകൊണ്ട് തന്നെ എക്സ്ട്രീംലി കെയർഫുൾ ആകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് റിസൾട്ടിനെ അനലൈസ് ചെയ്യാൻ അറിയാമെങ്കിൽ നല്ല എക്സലൻറ്റ് റിസൾട്ട് എന്ന സ്റ്റോക്കുകൾ, എക്സലൻറ്റ് EPS ഗ്രോത്തുള്ള സ്റ്റോക്കുകൾ, എക്സലൻറ്റ് ഏണിംഗ് വിസിബിലിറ്റി സ്റ്റോക്കുകളിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയണ്ടേ, മാർക്കറ്റ് വീണ്ടും കറക്റ്റ് ചെയ്ത് പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കറണ്ട് മാർക്കറ്റിൽ പ്രത്യേകിച്ച്. ഇനി വീണ്ടും 50 basis point US ഇൻഡെക്സ് കുറയുമെന്നുള്ള അടുത്ത ഒരു ഗ്രേറ്റ് പോയിന്റ് ഇൻഫർമേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും 50 basis point കുറഞ്ഞാൽ ഡോളർ വീണ്ടും ഏത് ലെവലിൽ പോകുന്നതിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് മുൻവിധികളൊന്നുമില്ല. ഡോളർ വീണ്ടും താഴെ പോയാൽ വീണ്ടും ഫാമിക്കും IT-ക്കും പ്രഷർ വരാനുള്ള സാധ്യതകൾ കുറയ്ക്കുക. 50 basis point കുറയ്ക്കുകയാണെങ്കിൽ വരുമെന്ന് ചോദിച്ചാൽ സാധ്യതകൾ എപ്പോഴും മുന്നിൽ തന്നെ ഉണ്ട്. നമ്മൾ നവംബറിലെ അമേരിക്കൻ ഫെഡിൻ്റെ മീറ്റിൽ നമുക്ക് ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. ഒരു പ്ലസ് പോയിന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ നെക്സ്റ്റ് മീറ്റിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കുറയാൻ സാധിക്കുവാണെങ്കിൽ തീർച്ചയായും അത് 2 ഇൻഡസ്ട്രി, പ്രത്യേകിച്ച് ദാറ്റ് മീൻസ് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിക്കും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്കും പ്രത്യക്ഷമായിട്ട് വലിയൊരു സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്.
എസ്പെഷ്യലി ഈ രണ്ട് ഇൻഡസ്ട്രിയും ഹ്യൂജ് പ്രഷറിലാണ്. ശരിക്കും പറഞ്ഞാൽ എക്സെപ്റ്റ് മുംബൈ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഹോം രജിസ്ട്രേഷൻ്റെ ആ കൗണ്ട് കണ്ടമാനം കുറഞ്ഞു. ബോംബെയിൽ ഇപ്പോഴും രജിസ്ട്രേഷൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഈ അടുത്ത കാലത്ത് ന്യൂസിൽ വായിച്ചിട്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ മോർ ദാൻ 7 lakhs വണ്ടികളാണ് കെട്ടിക്കിടക്കുന്നത്. ആൾക്കാർ മേടിക്കാൻ തയ്യാറാകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം എക്സ്ട്രാ ഡിസ്കൗണ്ട്സ് മാനുഫാക്ചേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ രണ്ട് ഇൻഡസ്ട്രിയും റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആണെങ്കിലും കറൻ്റ്ലി അണ്ടർ ഹ്യൂജ് പ്രഷറാണ്. അപ്പം ദിസ് MPC മീറ്റിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് വരികയാണെങ്കിൽ തീർച്ചയായും ഈ രണ്ട് ഇൻഡസ്ട്രിക്കും അത് വലിയ രീതിയിൽ ഒരു പ്ലസ് ഇമ്പാക്റ്റ് കൊടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന കാര്യം എടുത്തു പറയുന്നു. അതുകൊണ്ട് നമ്മൾ ഈ വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് H1 റിസൾട്ടാണ്. ദാറ്റ് മീൻസ് ആദ്യത്തെ 6 മാസം റിസൾട്ടാണ്. ഈ റിസൾട്ടിലാണ് നെക്സ്റ്റ് ലെവൽ ഓഫ് ക്യാഷ് ഫ്ലോയെ കുറിച്ചുള്ള ഡീറ്റെയിലും കൂടെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ H1 ദാറ്റ് മീൻസ് Q2 റിസൾട്ടിൻ്റെ അനാലിസിസ് അതുപോലെ H1 റിസൾട്ട് അനാലിസിസിൽ നമുക്ക് വിൽ ഗെറ്റ് എക്സലൻറ്റ് ക്ലാരിറ്റി ഏത് സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ കൊല്ലമായിട്ട് കഴിഞ്ഞ കൊല്ലത്തെ H1-ഉമായിട്ടും അതുപോലെ തന്നെ കഴിഞ്ഞ ക്വാർട്ടറുമായിട്ടും ഒക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. തീർച്ചയായും മാർക്കറ്റ് അങ്ങനെ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളെ തീർച്ചയായും മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ട് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ഈ വരുന്ന റിസൾട്ട് സീസൺ എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലാണെന്ന കാര്യം എടുത്തു പറയുന്നു. കഴിഞ്ഞ റിസൾട്ട് സീസണിൽ ഞാൻ ധാരാളം വീഡിയോസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സീസണിലും അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ട്രെൻഡ്സ് എന്ന് പറഞ്ഞ ഇക്വിറ്റിഎഫ്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ട്രെൻഡ്സ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ എക്സ്റ്റൻഷൻ റിസൾട്ട് വീഡിയോസിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷനാണ്. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആവുന്ന സ്റ്റോക്കുകളുടെ കുറിച്ചുള്ള ഡീറ്റെയിൽ സെയിം ഡേ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ട്രെൻഡ്സിൽ ജോയിൻ ചെയ്യാം. ട്രെൻഡ്സ് ജോയിൻ ആയിട്ട് ഇക്വിറ്റിഎഫ്സിനോട് ചേർന്ന് ഒരു സബ്സ്ക്രിപ്ഷൻ ബട്ടണുണ്ട്. ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായും ജോയിൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടിൻ്റെ അനാലിസിസ് നിങ്ങൾക്ക് സെയിം ഡേയിൽ ഓൾമോസ്റ്റ് സെയിം ഡേ അല്ലെങ്കിൽ വിത്തിൻ 1 day വിത്തിൻ 24 hours ടൈമിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആവുന്ന സ്റ്റോക്കുകളുടെ അനാലിസിസ് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. സോ ഇത്രയുമാണ് ബേസിക്കലി മാർക്കറ്റ് എങ്ങോട്ടെന്നുള്ള അതിനെക്കുറിച്ചുള്ള ബേസിക് നട്ട്ഷെൽ ഓഫ് ഇൻഫർമേഷൻ. സോ എക്സ്ട്രീംലി കെയർഫുൾ ആകുക. നമ്മൾ H1 കംപ്ലീഷൻ കഴിഞ്ഞ് H1 റിസൾട്ടിലേക്കാണ് നീങ്ങുന്നത്. ആദ്യത്തെ 6 മാസം റിസൾട്ടാണ് നീങ്ങുന്നത്. അതുപോലെ തന്നെ Q2 റിസൾട്ടിലേക്കുമാണ് നമ്മൾ നീങ്ങുന്നതെന്ന് എടുത്ത് പറയുന്നു. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.